പിന്നെ നമുക്ക് യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് റെഡ് കാർഡ് സ്പ്രെഡ് എടുത്തിട്ട് യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്, നാലാമത്തെ കാർഡ്, അഞ്ചാമത്തെ കാർഡ്, ആറാമത്തെ കാർഡ്, ഏഴാമത്തെ കാർഡ്, എട്ടാമത്തെ കാർഡ്. ഏഴാമത്തെ കാർഡ് രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കാർഡിൽ എന്താണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നോക്കാം. സോഴ്സിംഗ് ആണ് ഇപ്പോഴും കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നൈറ്റ് ഓഫ് കപ്പിന്റെ എനർജിയാണ്. മൂന്നാമത്തെ കാർഡ് നൈൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നാലാമത്തെ കാർഡ് ഏസ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. അഞ്ചാമത്തെ കാർഡ് പേജ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ആറാമത്തെ കാർഡ് ത്രീ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. താഴത്തത് എയ്റ്റ് ഓഫ് കപ്പും മുകളത്ത് നൈറ്റ് ഓഫ് വാണ്ട്സും ആണ് വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ പേജ് ഓഫ് സോഴ്സിന്റെ. അപ്പൊ പേജുകളുടെ കാർഡുകൾ വന്നിരിക്കുന്നതുകൊണ്ട് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് യൂണിവേഴ്സിന്റെ എനർജി എന്താണെന്ന്. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നാണ്. പേജുകൾ എപ്പോഴും ഒരു സന്ദേശവാഹകരാണ്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ റീഡിങ് ഈ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റിസൾട്ട് ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടെൻ ഓഫ് വാണ്ട്സ് ആണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത്. ഇതൊരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നാണ് ഈ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഭാരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ജോലികൾ, അങ്ങനൊരു ബർഡനായിട്ട് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യാമെന്നാണ് ആ കാർഡ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒത്തിരിയും ജോലികൾ ചെയ്താണ് അവശനോ അവശയോ ഒക്കെ ആയി പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഒന്നാമത്തെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ടാമത്തെ കാർഡായ നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒഴുക്കിനെതിരെ സഞ്ചരിക്കുന്നു. അപ്പൊ അവിടുന്ന് ഒരു ചലനം വെച്ചിട്ടേ ഉള്ളൂ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ആ കഠിനമായ ജോലികളൊക്കെ ചെയ്തിട്ട് ആ സ്നേഹത്തിന്റെ കപ്പം പിടിച്ചിട്ട് നിങ്ങളിലേക്ക് വന്നെടുക്കുന്ന ഒരു എനർജിയാണ് രണ്ടാമത്തെ കാർഡ് നൈറ്റ് ഓഫ് കപ്പിൽ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങളെ പ്രതീക്ഷിച്ച് ചെറുതായിട്ടൊരു മൂവ്മെന്റ് അവിടുന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ് രണ്ടാമത്തെ കാർഡ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് നിങ്ങളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട് ആ വ്യക്തി എന്നാണ് പറയുന്നത്. ഇത് പിന്നെ ഈ ബെഡ് റിട്ടേൺ ആയിട്ട് കിടക്കുന്നവരൊക്കെയാന്ന് പറഞ്ഞാലും രാത്രി കാലങ്ങളിൽ ഉറങ്ങാതിരിക്കുന്നവരെയാണെങ്കിലും ഈ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ഉറക്കമില്ല, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ ഈ കാർഡിന് പറയാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വാളുകൾ കുത്തി തറച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ എത്ര വേദനിക്കും അത്രയും വേദനിക്കുന്ന ഒരു എനർജിയാണ് ആ കാർഡിൽ കാണിച്ചു തരുന്നത്. അപ്പം ആ വ്യക്തി ചിലപ്പോൾ ആ സ്നേഹം കൊണ്ടാവാം, ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാകാം, മറ്റൊരു വ്യക്തി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടാവാം. എന്തായാലും രാത്രി ശരിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എഴുന്നേറ്റ് കരയേണ്ട ഒരു അവസ്ഥ ആണെന്നാണ് കാണുന്നത്. നാലാമത്തെ കാർഡ് ഏസ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അത് കാണിച്ചു തരുന്നത് പുതിയ തുടക്കങ്ങൾ ആ വ്യക്തി നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ഒരു ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാനോ പുതിയ ഒന്നിലേക്ക് എൻട്രി ആവാനോ ഒക്കെ ഈ ഏസ് ഓഫ് പുതിയ തുടക്കങ്ങളെയാണ് ഈ ഏസ് ഓഫ് സോർട്സിന്റെ കാർഡുകൾ കാണിച്ചു തരുന്നത്. നാലാമത്തെ കാർഡായ ഏസ് ഓഫ് സോർട്സ് കാണിച്ചു തരുന്നത്. അഞ്ചാമത്തെ കാർഡ് പേജ് ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ട് പോയവരിൽ നിന്നാണ് കമ്മ്യൂണിക്കേഷൻ തരുന്ന കാർഡാണ് ഈ പേജ് ഓഫ് പെന്റക്കിൾസ്. എന്ന് പറഞ്ഞാൽ പണം നോക്കി പോയ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പൊ പണം പ്രതീക്ഷിച്ചിരിക്കുന്ന പണം വന്നാൽ ഉടനെ തന്നെ ആ വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. അപ്പം പണത്തെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ചിലർക്കൊക്കെ മണി ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ആ മണി ബ്ലോക്ക് ഒക്കെ മാറി നിങ്ങളിലേക്ക് പണം വന്നെടുക്കുന്ന ഒരു എനർജിയുമാണിത്. അപ്പൊ പൈസ തരാനൊക്കെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ തരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് പോയി എന്ന് വിചാരിച്ച പൈസയൊക്കെ നിങ്ങളിലേക്ക് വന്നെടുക്കാനും ചാൻസ് ഉണ്ടെന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൂന്നാമത്തെ
പെന്റക്കിളിന്റെ എനർജിയാണ് ആറാമത്തെ കാർഡ് പറഞ്ഞത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു ആളിന്റെ എനർജിയാണ് ഈ കാർഡ് പറഞ്ഞു തരുന്നത്. പെന്റക്കിളില് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തുമാവാം, ഒരു വ്യക്തിയാവാം, ഒരു സാഹചര്യമാവാം, എന്തുമാവാം. ചില ജോബുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോൺ കോണ്ടാക്ട് കാണത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ പെർമിഷൻ ഒന്നും കാണാത്ത ഇടങ്ങളിലായിരിക്കും ചിലപ്പോൾ ആഴ്ചകളോളം വർക്ക് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ദിവസങ്ങൾ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ പോയൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അപ്പൊ ആ പെന്റക്കിളിന്റെ ആ എനർജിയിൽ ആ വ്യക്തി അങ്ങോട്ട് പോകുന്നത് ഈ വ്യക്തി കാത്തിരിക്കുന്ന, നോക്കി ഇരിക്കുക, എപ്പോ വരും എപ്പോ വരും എപ്പോ വരും എന്ന് നോക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏഴാമത്തെ കാർഡായത് നൈറ്റ് ഓഫ് വാൺസിന്റെ എനർജിയിലാണ്. അപ്പം എളുപ്പം ആരെയൊക്കെ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എളുപ്പം സ്പീഡിൽ വന്നെടുക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ കാർഡ് കണ്ടല്ലോ, ഈ കുതിരയുടെ കാലൊക്കെ ആണെങ്കിൽ നല്ല സ്പീഡിലാണ് ആ കുതിര സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കുതിര വളരെ സ്ലോയിലാണെങ്കിൽ ഈ കുതിര ഭയങ്കര സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ഈ കാർഡ് ആർക്ക് റെസനേറ്റ് ആവുന്നു അവര് ആ വ്യക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി സ്പീഡിൽ നിങ്ങളിലേക്ക് വന്നെടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പം ആ സെവനില് 2 കാർഡ് വന്നു. അപ്പം ഏഴാമത്തെ മറ്റൊരു കാർഡ് 8 ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പം ഇപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം 8 ഓഫ് കപ്പ് ആണെങ്കിൽ ആ പോയ 2 കപ്പിലാണ് സ്നേഹം എന്ന് കരുതി നിങ്ങളിൽ നിന്ന് ദൂരത്തേക്ക് നടന്നകന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അപ്പം ചിലപ്പം ഈ കാർഡുമായിട്ട് റെസനേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തി തിരിഞ്ഞു നടക്കുന്നതെന്നും പറയാൻ ചാൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ജോലി കഴിഞ്ഞ് ആ വ്യക്തി വരുന്ന ഒരു എനർജി ഈ കാർഡിന് പറയുന്നുണ്ട്. എട്ടാമത്തെ കാർഡായ പേജ് ഓഫ് സോർട്സ് പറഞ്ഞ അധികം താമസിയാതെ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് അധികം താമസിയാതെ ആ വ്യക്തി നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ്. അപ്പൊ ആ വ്യക്തിയെ ഓർത്ത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അധികം താമസിയാതെ ആ പേജ് ഓഫ് സോർട്സ് പ്രകാരം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായി തരുന്നു.